ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. മധു നേരത്തെ ബാഹുബലി എന്നാണ് അവനെ വിശേഷിപ്പിച്ചത്. അവന്റെ പണി അവൻ തുടങ്ങുകയാണ്, തെരച്ചിൽ ആരംഭിക്കുകയാണ്. പല പ്രേക്ഷകരും നമ്മളോട് പറയുന്നുണ്ട്, ഉണ്ണാതെ ഉറങ്ങാതെ അർജുന് വേണ്ടിയുള്ള ആ ഒരു കാത്തിരിപ്പാണ് അവരിൽ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നൊരു നല്ല വാർത്ത കേൾക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കുമുണ്ട്. ആ തെരച്ചിൽ തുടങ്ങുമ്പോൾ ആ പ്രതീക്ഷ വർദ്ധിക്കുകയാണ് മധു. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കിപ്പോൾ കാണുന്നത് പോലെ അത് പ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു, ഇറക്കിയിരിക്കുന്നു. ഈ കൈ വെള്ളത്തിലേക്ക്, അതിന്റെ ആഴത്തിലേക്ക് നീണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ രാവിലെ മുതൽ എല്ലാവരും കാത്തിരുന്ന ഒന്നാണിത്. അത് ഇപ്പോൾ സാധ്യമാകുന്നു. അത് ഇനിയുള്ള ഓരോ മിനിറ്റുകളും നിർണായകമാണ്. കാരണം എന്താണ് ആ കയ്യിൽ കോരിയെടുക്കുമ്പോൾ തടയാൻ പോകുന്നത്, എന്ത് തടഞ്ഞു എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ, അത് വളരെ നിർണായകമാണ്. ആ ലോറിയുടെ അവശിഷ്ടങ്ങൾ അവിടെയുണ്ടോ, ആ ലോറി എവിടെയാണ്, അത്തരം കാര്യങ്ങളൊക്കെയുള്ള അന്വേഷണമാണ് നടക്കാൻ പോകുന്നത്. ഒരു വശത്ത് വളരെ ഡിസിപ്ലിൻഡായി സേനാ വിഭാഗങ്ങൾ, മറുവശത്ത് വലിയ യന്ത്ര സാമഗ്രികൾ, ഇതെല്ലാം കടന്നു വന്നുകൊണ്ട് ഒരു റിസൾട്ട് ഉണ്ടാക്കി മാത്രമേ മടങ്ങൂ എന്ന വിധത്തിൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ്. അതിനുള്ള വരും മണിക്കൂറുകൾ തീർത്തും നിർണായകം തന്നെയാണ്. ആര്യ പറഞ്ഞ പോലെ ഓരോ മിനിറ്റും നിർണായകമാണ്. ആ വിധത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ തിരച്ചിൽ പുരോഗമിക്കുന്നത്. അത് വരും മണിക്കൂറുകളിൽ കൂടുതൽ ദൃശ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് തരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവിടെ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നിടത്തു നിന്ന് അല്പം അകലെയാണ് ഈ പ്രദേശം. പക്ഷെ അവിടേക്ക് എത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴുണ്ട്. അതിനനുസരിച്ച് ഈ യന്ത്രക്കൈ ആ തീരത്തോട് ചേർന്ന മേഖലയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നുണ്ടോ എന്തെങ്കിലും എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. അത് അതീവ നിർണായകവുമാണ്. മടങ്ങി വരാം. രാഹുൽ കൂടി നമുക്കൊപ്പം അവിടെ നിന്നുണ്ട്. അർജുൻ എവിടെയെന്നുള്ള ചോദ്യത്തിന്, അർജുൻ നീ എവിടെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 9 ദിവസമായി 16-ാം തീയതി മുതൽ അവനെ കാണാതെ പ്രതീക്ഷയോടെ അവൻ തിരിച്ചു വരും എന്നുള്ള ഒരു കാത്തിരിപ്പിൽ ഇരിക്കുന്ന ഒരു കുടുംബമുണ്ട് കണ്ണാടിക്കലിൽ. അവർക്കൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ആ യന്ത്രക്കൈകൾ. തെരച്ചിൽ എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. 2 സിഗ്നലുകൾ, രണ്ടും ഒരേ ഭാഗത്താണ് സിഗ്നലുകൾ. ഒന്ന് റഡാർ സിഗ്നൽ, ഒന്ന് സോണാർ സിഗ്നൽ. ആ പുഴയുടെ ആഴങ്ങളിലേക്ക് ആ യന്ത്രക്കൈ ഇറങ്ങുകയാണ്. പരിശോധന, തെരച്ചിൽ ആരംഭിക്കുകയാണ്. വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട്. ആ യന്ത്രക്കൈ അർജുനെ, ആ ലോറിയെ കണ്ടെത്തട്ടെ, ഒരു നല്ല വാർത്ത ഇന്ന് നമുക്ക് കേൾക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് നമ്മൾ എല്ലാവരും ഈ നിമിഷം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. തെരച്ചിലിന് അത്യാധുനിക സംവിധാനങ്ങൾ ഒക്കെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മേജർ ജനറൽ ഇന്ദ്രപാൽ ഇന്ന് അദ്ദേഹത്തിന്റെ ടീമും ഇന്നെത്തും. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നാളെ ആരംഭിക്കും. രാജധാനി എക്സ്പ്രസിൽ അതിന്റെ ബാറ്ററികൾ എത്തുന്നതോടുകൂടി ആ പരിശോധന കൂടി ആരംഭിക്കും. പക്ഷെ അതിനൊക്കെ മുൻപ് ഇന്ന് തന്നെ ഉടനെ ഏറ്റവും പെട്ടെന്ന് ആ ഒരു നല്ല വാർത്ത നമുക്ക് ലഭിക്കട്ടെ. നോക്കൂ, ആ ഗംഗാവല്ലി പുഴയുടെ ആഴങ്ങളിലേക്ക് ആ യന്ത്രക്കൈ ഇറങ്ങി ചെല്ലുകയാണ്. ആ ആഴങ്ങളിൽ മണ്ണ് മാറ്റി, ഉറച്ചുപോയ പാറക്കഷ്ണങ്ങൾ മാറ്റിയുള്ള പരിശോധനയിലേക്ക്, തെരച്ചിലേക്ക് ബൂം എക്സ്കവേറ്റർ നീങ്ങുകയാണ്. ആ ആഴങ്ങളിൽ മുങ്ങിത്തപ്പി ആ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ ആ കൈകൾക്കാകട്ടെ എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. കൂറ്റൻ യന്ത്രം എത്തിച്ചുള്ള തെരച്ചിൽ അത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. വലിയ പ്രതീക്ഷ നൽകുന്ന ദൃശ്യങ്ങളാണിത്. 60 അടി താഴ്ചയിൽ വരെ 60 അടി താഴ്ചയിൽ വരെ കുഴിക്കാൻ കഴിയും ആ യന്ത്രക്കൈകൾക്ക്. അപ്പോൾ ആ ഗംഗാവല്ലി പുഴയിൽ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നോക്കൂ, ഈ ഗംഗാവല്ലി നദി അത് ഏതാണ്ട് 150 മീറ്റർ മുതൽ 485 മീറ്റർ വരെ വിസ്തൃതിയിൽ പല ഭാഗത്തും ഒഴുകുന്ന നദിയാണ്. അപകടം നടന്ന സ്ഥലത്ത് 209 മീറ്ററാണ് ഇതിന്റെ ഒരു സ്വാഭാവിക വീതി എന്ന് പറയുന്നത്. പക്ഷേ അപകടം നടന്ന സമയങ്ങളിൽ ഈ വീതി 250-ന് മുകളിലേക്ക് വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നദിയുടെ സ്വാഭാവികമായ നിരപ്പിൽ നിന്ന് ആദ്യത്തെ തട്ടിലെ റോഡ് 11 അടി പൊങ്ങി ആണ് നീക്കുന്നത്. അപ്പോൾ അത്രയും ദുഷ്കരമായ ഒരു ദൗത്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ടൺ കണക്കിന് പാറയും വെള്ളവും മൺകൂനയും ഒക്കെ അതിശക്തമായാണ് ആ മണ്ണിടിച്ചിൽ ഉണ്ടായപ്പോൾ ഈ നദിയിലേക്ക് പതിച്ചത്. അപ്പോൾ ഒപ്പം മുങ്ങിത്തപ്പുകയാണ് ഈ ഗംഗാവല്ലി നദിയുടെ ആഴങ്ങളിൽ. ഇപ്പോൾ ആ ബൂം എക്സ്കവേറ്റർ, കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം, അതിന്റെ തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്.
നമ്മൾ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്കോലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആ പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പാറക്കഷ്ണങ്ങളടക്കം പൊട്ടിച്ച് മുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാം. കരനാവിക സേനാ ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്, NDRF സംഘം അവിടെയുണ്ട്, നേവിയുടെ മുങ്ങൽ വിദഗ്ധർ സമാന്തരമായി തന്നെ ആ പുഴയിൽ ബോട്ട് ഉപയോഗിച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ഹിറ്റാച്ച് ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്ന മൺകൂനകൾ, അതൊക്കെ ഈ മണ്ണിടിച്ചിലിൽ രൂപപ്പെട്ട മൺകൂനകളാണ്.